നമ്മൾ സാധാരണക്കാർക്ക് ഈ തരങ്ങളൊന്നും അറിയില്ല, പക്ഷെ നമ്മുടെ മുന്നിൽ ഒരാൾ കുഴഞ്ഞു വീണു എന്ന് നമുക്ക് മനസ്സിലാവും. അതൊരു കാർഡിയാക് പ്രശ്നമാണെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒരു ടൈം അല്ലെങ്കിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇതൊക്കെ എന്തായിരിക്കും? വളരെ പ്രായോഗികമായൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയും, നമ്മുടെ നാട്ടിൽ ഓരോ വ്യക്തിക്കും ആവശ്യം വേണ്ട ഒരു സ്കിൽസിലൊന്നാണ് ഈ ഒരു CPR ചെയ്യേണ്ട സ്കിൽ. അത് നമ്മൾ യൂട്യൂബ് വീഡിയോകളിലൂടെയോ അല്ലെങ്കിൽ അടുത്ത ആശുപത്രി ഹെൽത്ത് സിസ്റ്റത്തിലൊക്കെ CPR ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട്. അതൊക്കെ അറ്റൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഓരോ വ്യക്തികളും എങ്ങനെ CPR ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ സ്കൂളിലെ കരിക്കുലത്തിലൊക്കെ CPR വരുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഹോസ്പിറ്റലിലും കാഷ്വാലിറ്റിയിലും സ്കൂളിൽ നിന്ന്, സമീപത്തുള്ള സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വരാറുണ്ട്. ഒരു വ്യക്തി നമ്മുടെ കൺമുന്നിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഒന്നുകിൽ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ സഡൻലി നിന്നു, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം സഡൻലി നിന്നു. നമ്മൾ ഉടനെ ചെന്ന് അദ്ദേഹത്തെ നോക്കേണ്ടത് പരിക്കുകളൊന്നുമില്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ശ്വാസം എടുക്കുന്നുണ്ടോ, കരോട്ടിഡ് പൾസ്, ഇതാണ് ഏറ്റവും ലാസ്റ്റ് പോകുന്ന പൾസ്, കരോട്ടിഡ് ഭാഗത്ത് ഹൃദയമിടിപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ശ്വാസം കഴിക്കുന്നില്ല, പൾസും കിട്ടുന്നില്ല, വിളർത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കാർഡിയാക് അറസ്റ്റാണ്, സംഭവിക്കുകയാണ്, നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് സംഭവിക്കുകയാണ്. നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ആ വ്യക്തി പിന്നെ ഉണ്ടാവില്ല. ഉടനെ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഹൃദയത്തിൻ്റെ പൾസിനെ വരുന്നത് വരെ CPR അഥവാ CPR തുടങ്ങുക എന്നാണ്. CPR എന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷനാണ്. ഹൃദയമിടിപ്പിനും ശ്വാസകോശത്തിനും റെസിസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് പാരലലായി തന്നെ ബ്രീത്തിങ്, ചിലപ്പോൾ ചോക്ക് ചെയ്ത് എന്തെങ്കിലും ഫുഡ് ചോക്ക് ചെയ്തുകൊണ്ടാണ്, ശ്വാസനാളത്തിൽ പോയതുകൊണ്ടാവാം, അതൊക്കെ നോക്കണം. മറ്റൊരാളെ വിളിച്ച് ആംബുലൻസ് പെട്ടെന്ന് കൊണ്ടുവരാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഒരു പബ്ലിക് സ്പേസിൽ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം. മറ്റൊന്ന് എല്ലാവരും അറിയേണ്ടത് AED എന്ന മെഷീനാണ്. ഈ ഷോക്ക് കൊടുക്കുന്ന പലപ്പോഴും ചിലപ്പോൾ ഒരു ആശുപത്രി കാഷ്വാലിറ്റിയിൽ ഷോക്ക് കൊടുക്കേണ്ട ഒരു ഫെസിലിറ്റിയിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തെന്ന് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പബ്ലിക് പ്ലേസുകളിലൊക്കെ ഇപ്പോൾ AED മെഷീൻസ് അവിടെ ഉണ്ടാവും. AED എല്ലാവർക്കും ഉപയോഗിക്കാം, അതിൽ നിർദ്ദേശങ്ങളുണ്ട്. അത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ താളപ്പിഴയ്ക്ക് ഷോക്ക് കൊടുക്കേണ്ട മെഷീനാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും വലിയ മാളുകളിലൊക്കെ ഇപ്പോൾ AED മെഷീൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളാണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്.